ശശി തരൂരിനെ അനുനയിപ്പിക്കാൻ ഹൈക്കമാൻഡ്. രാഹുൽ ഗാന്ധി തരൂരുമായി നേരിട്ട് സംസാരിക്കും. ദില്ലിയിൽ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നിന്ന് തരൂർ വിട്ടുനിന്നത് വിവാദമായതോടെയാണ് അനുനയ നീക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് ഇടഞ്ഞു നിൽക്കുന്ന തരൂരിനെ പാർട്ടിയോടടുപ്പിക്കാൻ ഹൈക്കമാൻഡിന്റെ നീക്കം. പ്രശ്നപരിഹാരത്തിനായി രാഹുൽ ഗാന്ധി ശശി തരൂരുമായി നേരിട്ട് സംസാരിക്കും. കൊച്ചിയിൽ വെച്ച് സംഭവിച്ചത് അവഗണനയല്ലെന്നും തെറ്റിദ്ധാരണയാണെന്നും തരൂരിനെ ബോധ്യപ്പെടുത്താനാകും രാഹുൽ ഗാന്ധിയുടെ ശ്രമം. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നിന്ന് പ്രവർത്തക സമിതി അംഗം കൂടിയായ തരൂർ വിട്ടുനിന്നത് വിവാദമായതിന് പിന്നാലെയാണ് ഹൈക്കമാൻഡിന്റെ നീക്കം. ലിസ്റ്റിലില്ലാത്തതിനാലാണ് തരൂരിന്റെ പേര് പരാമർശിക്കാത്തതെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വിശദീകരണം. നിലവിലെ സാഹചര്യത്തിൽ തരൂരുമായി പിണങ്ങി നിൽക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെയും വിലയിരുത്തൽ. മധ്യവർഗത്തിലടക്കം വിവിധ മേഖലകളിൽ സ്വാധീനമുള്ള തരൂരിനെ പിണക്കിയാൽ തിരുവനന്തപുരത്തെ തിരിച്ചടിയാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വിലയിരുത്തി. തരൂർ വാ തുറന്നാൽ നേതാക്കൾ കടുത്ത പ്രതിരോധത്തിലാകുമെന്ന് ഹൈക്കമാൻഡും വിലയിരുത്തിയിട്ടുണ്ട്. അനുനയ നീക്കങ്ങൾ പരാജയപ്പെട്ടാൽ BJP സാഹചര്യം മുതലെടുക്കാനുള്ള സാധ്യതയും കോൺഗ്രസ് ഭയപ്പെടുന്നുണ്ട്. കൈരളി ന്യൂസ്, ദില്ലി. അബ്ദുൾ റഷീദ് ചേരുകയാണ്. റഷീദ്, എങ്ങനെയാണ് ഈ അനുനയ നീക്കം മുന്നോട്ട് പോകുന്നത്? ഇതുകൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഷമിയെ, വിവിധ ഘട്ടങ്ങളിൽ ശശി തരൂർ കോൺഗ്രസ് നേതൃത്വവുമായും കേരളത്തിലെ ഘടകകക്ഷികളുമായും ഒക്കെ തന്നെയും വലിയ എതിർപ്പും വിമർശനങ്ങളും ഉന്നയിച്ചിരുന്നെങ്കിൽ പോലും ഒരു അനുനയത്തിനുള്ള ശ്രമം ഹൈക്കമാൻഡിൻ്റെയോ അല്ലെങ്കിൽ കേരളത്തിലെ നേതാക്കളുടെയോ ഭാഗത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷേ നിലവിലെ ഒരു കടുത്ത അതൃപ്തി എന്ന് പറയുന്നത് അത് പാർട്ടിക്ക് വലിയ വെല്ലുവിളിയാകുന്ന സാഹചര്യമാണ് ഉള്ളത്. പ്രത്യേകിച്ചും കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ഇത്തരത്തിലുള്ള ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ വരുന്നത്. എന്തായാലും കൊച്ചിയിലെ മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി തന്നെ അവഗണിച്ചു എന്നതിൽ കടുത്ത അതൃപ്തി ശശി തരൂർ പങ്കുവെക്കുകയും പിന്നീട് കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ചേർന്നിട്ടുള്ള സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ നിന്ന് പ്രവർത്തക സമിതി അംഗം കൂടിയായിട്ടുള്ള ശശി തരൂർ വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. ഈ ഒരു കടുത്ത അതൃപ്തി അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്നുള്ളത് തന്നെയാണ് കേരളത്തിലെ നേതാക്കളടക്കം ഹൈക്കമാൻഡിനെ അറിയിച്ചിരുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി നേരിട്ട് ശശി തരൂരുമായി സംസാരിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. നിലവിൽ അദ്ദേഹം വിദേശത്താണ്. വിദേശത്തു നിന്നും ദില്ലിയിൽ തിരിച്ചെത്തിയതിനു ശേഷം രാഹുൽ ഗാന്ധി അദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുകയും ഒരു അനുനയത്തിനുള്ള ശ്രമം നടത്തുകയും ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. എന്തായാലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പ്രത്യേകിച്ചും തിരുവനന്തപുരം ലോക്സഭയിൽ നിന്നും 4 തവണയാണ് ശശി തരൂർ പാർലമെന്റിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത്തവണ അദ്ദേഹത്തെ പിണക്കിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന് പറയുന്നത് കോൺഗ്രസിന് വലിയ വെല്ലുവിളിയാകും. അത്തരത്തിലുള്ള വിലയിരുത്തലുകൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ ഹൈക്കമാൻഡിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മഹാപഞ്ചായത്തിൽ ശശി തരൂരിൻ്റെ പേര് താൻ പരാമർശിക്കാതിരുന്നത് ആ ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി നേരത്തെ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്ത ഘട്ടത്തിൽ കേരളത്തിലെ നേതാക്കളെ അറിയിച്ചിരുന്നത്. പക്ഷേ കടുത്ത അതൃപ്തി അത് ശശി തരൂർ പങ്കുവെക്കുകയും പിന്നീട് ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയുമായിരുന്നു. കോഴിക്കോട് വെച്ച് അദ്ദേഹം പ്രതികരിച്ച ഘട്ടത്തിൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് പാർട്ടിക്കുള്ളിൽ പറയും എന്നുള്ളത് തന്നെയായിരുന്നു. അത്തരത്തിൽ കടുത്ത ഒരു അതൃപ്തി ശശി തരൂർ വീണ്ടും മുന്നോട്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഈ ശശി തരൂരിൻ്റെ ഒരു അതൃപ്തി അത് മുതലെടുക്കാൻ BJP അടക്കമുള്ള മറ്റു പാർട്ടികൾ അത് ലക്ഷ്യം വെക്കുന്നു എന്നുള്ള ഒരു ഭയം കോൺഗ്രസിന് കൂടി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ ചർച്ചകൾ വേഗത്തിലാക്കാനുള്ളൊരു നീക്കമുണ്ടായിട്ടുള്ളത്. കേരളത്തിൽ നിന്നുള്ള നിരവധി നേതാക്കൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. രമേശ് ചെന്നിത്തല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ച ഘട്ടത്തിൽ പറഞ്ഞിരുന്നത് ഇത്തരത്തിൽ ശശി തരൂരിന് തങ്ങളോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒപ്പം ഉണ്ടാവേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അത്തരത്തിലൊരു പ്രതീക്ഷയാണ് തനിക്കുള്ളത് എന്നുള്ളതായിരുന്നു രമേശ് ചെന്നിത്തല വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ശശി തരൂരുമായി ഇഴഞ്ഞു നിൽക്കുന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഹൈക്കമാൻഡും വിലയിരുത്തിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ശശി തരൂരുമായി നേരിട്ട് സംവദിക്കാനും ഈ പ്രശ്ന പരിഹാരത്തിനുള്ള ഒരു നീക്കം ഹൈക്കമാൻഡ് കൈക്കൊള്ളാനുള്ള ഒരു ശ്രമത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള ചർച്ച ശശി തരൂരും രാഹുൽ ഗാന്ധിയും തമ്മിൽ ഉണ്ടാകും. ഒരു പക്ഷേ ഈ ചർച്ച അല്ലെങ്കിൽ ഈ അനുനയ ശ്രമം പരാജയപ്പെടുകയാണെങ്കിൽ അത് കോൺഗ്രസിന് കൂടുതൽ പ്രതിരോധത്തിലാക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. കാര്യം നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടമാണ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം അടുത്ത ദിവസങ്ങളിൽ ദില്ലിയിൽ ചേരാൻ പോവുകയാണ്. ഇത്തരത്തിൽ ഈ ഒരു പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഒരു അനുനയത്തിനുള്ള ശ്രമം ഇപ്പോൾ ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നത്. ഷമി.
റഷീദ്, നമുക്കറിയാം ഇവരുടെ ബന്ധം ഇങ്ങനെ ദുർബലമാകാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അഖിലേന്ത്യാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശശി തരൂർ മത്സരിച്ച ഘട്ടത്തിൽ തന്നെ ആ അകൽച്ച തുടങ്ങിയതാണ്. ഇപ്പോൾ അത് ഏതാണ്ട് പൂർണ്ണമാകുന്നു. ഇപ്പോൾ കേരളത്തിൽ നടന്ന പരിപാടിയിൽ മഹാപഞ്ചായത്തിൽ രാഹുൽ ഗാന്ധി തരൂരിനെ ഒന്ന് നോക്കുക പോലും ചെയ്യാത്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ അദ്ദേഹം ഈ ബി ജെ പി നേതാക്കന്മാരെയും അതുപോലെ നരേന്ദ്രമോദിയെയും ഒക്കെ പ്രശംസിക്കുന്നത് തന്നെ എനിക്ക് തോന്നുന്നു ഈ രാഹുൽ ഗാന്ധിയെയും അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വത്തെയും പ്രകോപിപ്പിക്കാനാണ്. മനഃപൂർവ്വം അദ്ദേഹം അത്തരത്തിലേക്ക് പോവുകയാണ് എന്ന് വേണം കരുതാൻ. ഈ ഒരു സാഹചര്യത്തിൽ ഇനി ഇവർ തമ്മിൽ ഒരുമിച്ച് പോകാൻ എത്രമാത്രം സാധ്യതയുണ്ട്? ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു അനുനയ നീക്കത്തോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് പറയാൻ കഴിയുമോ? ഈ ശശി തരൂരിൻ്റെ നേരത്തെയുള്ള പ്രതികരണങ്ങൾ കണക്കിലെടുക്കുകയാണെങ്കിൽ കോൺഗ്രസ് നേതൃത്വവുമായി ശശി തരൂർ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ള ചില വിലയിരുത്തലുകളാണ് പുറത്തു വരുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെ അകത്തുള്ള ഈ കുടുംബവാഴ്ചയുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിനെ തന്നെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ ശശി തരൂർ വിമർശനം ഉന്നയിച്ചിരുന്നു. വിവിധ ലേഖനങ്ങളിൽ അടക്കം ഈ വിമർശനങ്ങൾ വരികയും പിന്നീട് കോൺഗ്രസിന് തന്നെ വലിയ തലവേദനയാകുന്ന സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ ഈ ഘട്ടങ്ങളിൽ ഒന്നും തന്നെ അനുനയിപ്പിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് തേടാനോ ഹൈക്കമാൻഡ് തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. ശശി തരൂർ തന്നിഷ്ടം കാണിക്കുന്നു എന്ന് തനിക്ക് വിടുന്ന ഒരു നിലപാട് ഹൈക്കമാൻഡിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വയനാട് നടന്നിട്ടുണ്ട്. റഷീദ്, ഈ ശശി തരൂരിൻ്റെ വാദം കുടുംബ ആധിപത്യമാണ് എന്നുള്ള വാദം അദ്ദേഹം 2009 മത്സരിക്കാനായി വരുന്നത്. അപ്പോഴും കോൺഗ്രസ്സിലുണ്ടായിരുന്നത് ഈ കുടുംബാധിപത്യം തന്നെയല്ലേ? നമുക്കറിയാം പണ്ഡിറ്റ് നെഹ്റു ആണെങ്കിലും ഇന്ദിരാഗാന്ധി ആണെങ്കിലും പിന്നെ രാഹുൽ ഗാന്ധി ആണെങ്കിലും രാജീവ് ഗാന്ധി ആണെങ്കിലും സഞ്ജയ് ഗാന്ധി ആണെങ്കിലും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ലേ അദ്ദേഹം കോൺഗ്രസ്സിലേക്ക് വന്നത്. പിന്നീട് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കുടുംബാധിപത്യമാണ് എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അത് മാത്രവുമല്ല, ബി ജെ പി എന്താ മോശമാണോ? ബി ജെ പിയിലും ഏതാണ്ട് കുടുംബാധിപത്യം തന്നെയല്ലേ? അച്ഛന്മാരുടെ മക്കൾ എത്ര സംസ്ഥാനങ്ങളിലാണ് നേതാക്കന്മാരായി ഇരിക്കുന്നത്, കേന്ദ്രത്തിലടക്കം നേതാക്കന്മാരായിരിക്കുന്നത്. ഇല്ല, പാർട്ടിയെ നിരന്തരം വിമർശിച്ചുകൊണ്ട് പുറത്തു പോകാനുള്ള ഒരു നീക്കമാണ് ശശി തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ള വിലയിരുത്തലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതാണ്. ഷമ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കുടുംബവാഴ്ച അത് കോൺഗ്രസിനകത്ത് പാരമ്പര്യമായി തന്നെ നേരത്തെ ഉള്ളതാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ വിഷയങ്ങൾ അത് കോൺഗ്രസിന് വലിയ തലവേദനയാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കോൺഗ്രസ് അത് ശശി തരൂരിനെ അഴിച്ചുവിടുന്നൊരു സമീപനമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇനി അദ്ദേഹവുമായി ഒരു നിർണായകമായിട്ടുള്ള ചർച്ചകൾ നടത്തുകയും വീണ്ടും കോൺഗ്രസിലേക്ക് കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിൽ പോലും എത്രത്തോളം കോൺഗ്രസിൽ ശശി തരൂർ പിടിച്ചു നിൽക്കും, അല്ലെങ്കിൽ അത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. റഷീദ്, രാഹുൽ ഗാന്ധിയുടെ അനുനയ നീക്കത്തിലൂടെ തരൂരുമായുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടെ എല്ലാവരും നോക്കുന്നത്.